നടികർ എന്ന് റിലീസായ ടൊവിനോ തോമസ്, ജീൻ പോൾ ലാൽ സിനിമയാണ്. ഇതൊരു ഇമോഷണൽ ഡ്രാമ എന്നൊക്കെ വേണേൽ പറയാം നമുക്ക്. കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഇതിൽ ഓരോ സബ് പ്ലോട്ടുകളിലും വരുന്നുണ്ട്. സബ് ജോണേഴ്സ് ആയിട്ട് നമുക്ക് പറയാം. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ ലൈഫ് ജേണിയാണ് സിനിമ. നമുക്ക് ട്രെയിലറും ടീസറും കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. 40 കോടിക്കടുത്ത് ബഡ്ജറ്റുള്ളൊരു വലിയ സിനിമയാണിത് ബഡ്ജറ്റ് വൈസ്. പക്ഷേ ആ ഒരു വലിപ്പം ഇതിൻ്റെ കഥയിലോ അല്ലെങ്കിൽ മേക്കിങ്ങിലോ ഒന്നും എനിക്ക് തോന്നിയില്ല. അതിനെപ്പറ്റി പറയുവാണെങ്കിൽ 2 മണിക്കൂർ 22 മിനിറ്റാണ് ഈ സിനിമയുടെ ഡ്യൂറേഷൻ. ഇത്രയും ഡ്യൂറേഷനിലുള്ള ഓരോ സീനിലും അഭിനയിച്ചിരിക്കുന്ന ഓരോരുത്തരെയും എല്ലാവരും ഫേമസ് ആയിട്ടുള്ളവരാണ്. സിനിമയിൽ നല്ല നടന്മാരെന്ന് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് പേര് ഈ സിനിമയിലുണ്ട്. ടൊവിനോയെ കൂടാതെ സൗബിൻ ഷാഹിർ, ഭാവന, സുരേഷ് കൃഷ്ണ, ബാലു വർഗീസ്, അനൂപ് മേനോൻ തുടങ്ങിയവരൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഒട്ടനവധി ആൾക്കാർ, ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ തുടങ്ങി ഒരുപാട് ആൾക്കാർ സിനിമയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവരുണ്ട്. ചെറിയ സീൻ അവരൊക്കെ ഓരോ സീനുകളിലൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ മേക്കിംഗ് സിനിമയുടെ ബഡ്ജറ്റിൽ നിന്ന് അത്രയും വലിപ്പമില്ലെന്ന് പറയുമ്പോൾ പോലും ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലെ മേക്കിംഗ് എനിക്ക് ഓക്കെ ആയിരുന്നു. 1 മണിക്കൂറാണ് ഫസ്റ്റ് ഹാഫ്, ബാക്കി 1.5 മണിക്കൂർ, 1 മണിക്കൂർ 24 മിനിറ്റ് അല്ലെങ്കിൽ 22 മിനിറ്റ് ഉള്ളത് സെക്കൻഡ് ഹാഫിലാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ക്രിസ്പ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നെ വേൾഡിലേക്കുള്ള പുള്ളിയുടെ ഡേവിഡ് പടിക്കലിൻ്റെ വേൾഡിലേക്കുള്ള ഒരു ഇൻവിറ്റേഷനാണ്, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഭാഗമൊക്കെ വർക്കായി. കഥയൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയ കഥയാണ് സിനിമയുടെ അവസാനം വരെ. ജസ്റ്റ് ഒരു 1 ലൈൻ പരിപാടിയേ ഉള്ളൂ. അതിന് വെച്ചാണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഒട്ടും ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. അങ്ങനെ ഇൻ്റർവെൽ ആയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉള്ളവരോടൊക്കെ ഞാൻ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ പറഞ്ഞതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പടം കയ്യിൽ നിന്ന് പോയി. പിന്നെ അങ്ങോട്ടൊരു എത്തും ഇല്ലാത്ത പോക്കായിരുന്നു. അതായത് ഒരു ഇതുമില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ അവസാനത്തെ ഒരു 20 മിനിറ്റ് ഒരു ബാർ സീക്വൻസ് ഉണ്ട് സിനിമയ്ക്കുള്ളിലെ സിനിമ കാണിക്കുന്നത്. അതൊക്കെ 20 മിനിറ്റ് ഒറ്റ സ്ട്രെച്ചിൽ അതൊക്കെ കണ്ട് ഭയങ്കര ടയറിങ് വാച്ചായിരുന്നു ആ ഭാഗമൊക്കെ. ഒരു രക്ഷയില്ല. പെർഫോമൻസ് വൈസ് ടൊവിനോ ജസ്റ്റ് ഓക്കെ, ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. പുള്ളിയുടെ സ്റ്റൈലും പരിപാടിയും ഒക്കെ ലുക്സും ഒക്കെ ഈ ക്യാരക്ടറിന് ആപ്റ്റാണ്. പക്ഷേ പെർഫോമൻസിലേക്ക് കുറച്ചുകൂടെ സെറ്റ് ആക്കാമായിരുന്നു തോന്നി. സൗബിൻ കൊള്ളായിരുന്നു, പക്ഷേ ആ ക്യാരക്ടറിന് ഒട്ടും ഡെപ്ത് ഇല്ല. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ ക്യാരക്ടർ ആരും ഓർത്തിരിക്കത്തുമില്ല. ബാലു വർഗീസും സുരേഷ് കൃഷ്ണയുമാണ് എനിക്ക് കൂട്ടത്തിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. എസ്പെഷ്യലി സുരേഷ് കൃഷ്ണ, പുള്ളിയുടെ കോമഡിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെട്ടു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആ ഇഷ്ടത്തിൻ്റെയും കൂടെ ചേർത്തങ്ങ് അവർ ഊറ്റിക്കളഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അകത്തൊക്കെ ചുമ്മാ ഒരു സ്റ്റൈലിഷ് പടങ്ങൾ താല്പര്യമുള്ളവർക്കൊക്കെ ഒരു തവണ കണ്ടിരിക്കാം. അതല്ലാത്തവർക്ക് തീരെ വർക്കാവത്തില്ല. കഥയോ പരിപാടിയോ ഒക്കെ വീക്കാണ്. ലാൽ ജൂനിയറിൻ്റെ സിനിമ ഇഷ്ടമുള്ളവർക്ക് ഒരു തവണ കാണാം. അത് പറയുമ്പോഴത്തേക്ക് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണ് സ്റ്റൈലിഷ് മേക്കിംഗ്, റോ ഡയലോഗ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഇഷ്ടമാണെങ്കിൽ കണ്ടു നോക്കൂ. എനിക്കത് ഇഷ്ടമാണ്, പക്ഷേ അത് മാത്രം പോരല്ലോ. ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടും എന്നുള്ളത് കണ്ടറിയണം. അപ്പോൾ ഈ സിനിമയ്ക്ക് എൻ്റെ ഒരു റേറ്റിംഗ് 2.75 ഔട്ട് ഓഫ് 5 ആണ്.